ഗുഡ് ഈവനിങ്. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു ചെറിയൊരു പണി കിട്ടി. വെറുതെ പറഞ്ഞ കേട്ടോ പണി കിട്ടിയെന്നൊക്കെ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വീട്ടിൽ പോവുക അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത്, ഷാജേട്ടൻ്റെ ചേച്ചിയുടെ അടുത്ത് പോവാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കണ്ണനും കണ്ണൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ വന്നിട്ട് അവർക്ക് അൽഫാം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ചിക്കൻ അവർ കൊണ്ടു തന്നു. ചേച്ചി അൽഫാം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. എനിക്ക് അൽഫാം ഉണ്ടാക്കാൻ, നമുക്ക് പ്രോപ്പറായിട്ട് അൽഫാം ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പോൾ ചേച്ചിക്ക് അറിയണ പോലെ ചെയ്തെന്നാൽ മതി, കുഴപ്പമില്ല, ഞങ്ങൾ പുറത്ത് പോയിട്ട് ചെയ്യാൻ നിൽക്കാറുള്ളൂ. അപ്പോൾ മഴയാണ്, ഉണ്ടാക്കി തരുമെന്ന് വെച്ചാൽ ചിക്കനൊക്കെ അവർ കൊണ്ടു തന്നു. ഞാനത് കഴുകി വരഞ്ഞ് റെഡിയാക്കി വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കണം, മസാലപ്പൊടി റെഡിയാക്കണം. ഞാൻ പിന്നെയും പറയുള്ളൂ കേട്ടോ, എനിക്കറിയുന്ന രീതിയിലാണ് ഞാനിത് വെക്കണത്. മിസ്റ്റേക്ക് ഉണ്ടാവും, എന്താ ഏതാന്ന് നമുക്കിപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് അവർ ചുടുവല്ല, ഞാൻ പാനിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഇതൊക്കെ കൂടെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ. വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലേശം മല്ലി, പച്ചമല്ലി, ഒരു കുഞ്ഞ കഷ്ണം പട്ട, 2 ഏലക്ക, പിന്നെ ഇത് ചെറിയ ജീരകം, പെരുംജീരകം, ഗ്രാമ്പു. ഇത്രയൊന്ന് ഒരു ചൂടാക്കി എടുക്കുക കേട്ടോ. വല്ലാണ്ട് മൂക്കൊന്നും വേണ്ട, എന്നാൽ മൂക്ക വേണം. മുളകൊന്ന് ആദ്യം ഇട്ടെടുത്ത് ബാക്കി എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ചൂടാക്കാം കേട്ടോ. ഇതൊന്ന് ചൂടായി കേട്ടോ, ഇത്രയും മതി. ഇത് നമുക്ക് ഇതിൽ മാറ്റി വെക്കാം, ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂടാറിയിട്ട് പൊടിക്കാം കേട്ടോ. ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഞാനിതൊന്ന് പൊടിക്കട്ടെ. അവർക്ക് കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് റെഡി ആവണം, അൽഫാം റെഡി ആവണം. എനിക്ക് കൊണ്ടു തന്നത് 3 മണിക്കാണ് കേട്ടോ. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാനൊന്നും ഒരുപാട് നേരം വയ്ക്കാനും നമുക്ക് ടൈമില്ല. എന്നാലും അവർ പറഞ്ഞതല്ലേ, ഉണ്ടാക്കി കൊടുക്കാം. രാവിലെയൊക്കെ തരായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് വൈകുന്നേരം അവരെ കളി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. ഇത് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞൊരു പ്ലാനാണ്. നാളേക്ക് മതി ചോദിച്ചപ്പോൾ നാളേക്ക് പോരാ, ഇന്ന് തന്നെ വേണം. അപ്പം ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. മസാല റെഡി ആയിട്ടാ. ഇനി നമുക്കിതൊന്ന് ചിക്കനിൽ പുരട്ടി കൊടുക്കാം. മിക്സി ഇവിടെ തന്നെ വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വേറെയും കൂടെ മസാല അരയ്ക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് മാറ്റാം. ചിക്കൻ പീസൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലോണം, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണമല്ലേ. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മസാല അല്ലാണ്ട് പിടിക്കുകയൊന്നുമില്ല. എന്നാലും നമുക്കൊരു മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാക്സിമം ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ എത്രത്തോളം വയ്ക്കണോ അത്രത്തോളം മസാല അതിനകത്ത് കയറുമല്ലോ. പക്ഷെ അതിനുള്ള ടൈമില്ല. ഇനി മസാല ഇടാം കേട്ടോ. ഈ പൊടിച്ചു വെച്ച മസാല മൊത്തം ഇട്ട് കൊടുക്കാം. നമ്മളെ കുരുമുളക് ഉണ്ടായിരുന്നില്ല, കുരുമുളക് ഇട്ടിട്ടില്ല, ലേശം പൊടിയുണ്ട്, നമുക്കത് ഇട്ട് കൊടുക്കാം. പ്ലാനിങ് ഇല്ലാത്തൊരു സംഭവമായതുകൊണ്ട് ഒരുവിധ സാധനങ്ങൾ ഞാനും ഉണ്ട് കേട്ടോ. ഒരു ലേശമേ ഉള്ളൂ, വെള്ള കുരുമുളക് മൊത്തം ഇട്ട് കൊടുക്കാം. എന്താ പറഞ്ഞാൽ അതങ്ങോട്ട് ഇട്ടാൽ പാകത്തിന് ഉപ്പ്, ചെറുനാരങ്ങ ഞാൻ കഴുകി വെച്ചതാണേ, ചെറുനാരങ്ങ നീര്, തൈര് നമ്മൾ കട്ട തൈരാണ് വേണ്ടത്. നമ്മുടെ അടുത്ത് സാധാ തൈരായതുകൊണ്ട് അതിൻ്റെ വെള്ളം ഊറ്റാൻ വേണ്ടി ഞാനിങ്ങനെ അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 കപ്പ് തൈര്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് മാക്സിമം മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമുക്കതിലേക്ക് വേറൊരു അരപ്പൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് നിറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത അരപ്പ് റെഡിയാക്കാം. ഒരു കുഞ്ഞ സവള, ചെറുത് മതി, ഒരു പകുതി, വലുതാണെങ്കിൽ പകുതി മതി, ഇത് ചെറുതാണ്. അപ്പം ഞാനത് എടുത്തു. പിന്നെ ഒരു 2-3
3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ, എന്നാലേ പെട്ടെന്ന് അറിയുള്ളൂ. ഒരു തക്കാളിയുടെ പകുതിയും കൂടെ ഇട്ടിട്ട് ലേശം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, ഇതൊന്ന് നല്ലോണം അരച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് മല്ലിച്ചപ്പും കൂടെ ഇടാണ്ട് ഇതൊന്ന് അരയട്ടെ കേട്ടോ. ഇതിൽ വെള്ളം ചേർക്കേ വേണ്ട. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ്, ഒരു പിടി ഇത്രയും മല്ലിച്ചപ്പ് എടുക്കുക. അതുകൂടെ ഒന്ന് അരക്കാം. മസാല മൊത്തം ഇട്ടിട്ട് ഒന്ന് പരട്ടി കൊടുക്കാം കേട്ടോ. വെള്ളം അടയേ ചെയ്യരുത്. ഓൾറെഡി ഇതിനകത്ത് വെള്ളമുണ്ട്, തൈരിൻ്റെ. വെള്ളം കൂടുതലാവുമ്പോൾ ചിക്കനിലേക്ക് മസാല പിടിക്കില്ല. ഇതൊന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട്, ഈ മസാലയും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതിനി ശരിക്കും ഒരു 8-10 മണിക്കൂർ വെക്കണമെന്ന് പറഞ്ഞല്ലോ. അതിന് മേലെ വെച്ചാലും കുഴപ്പമില്ല, ഇതിനുള്ള ടൈമില്ല. അവർ കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും നമുക്ക് വയ്ക്കാം കേട്ടോ. അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി ഇത് അൽഫാം ഉണ്ടാക്കുമ്പോൾ കാണാം. അവിടെ ഇരിക്കുന്നത് കണ്ടല്ലോ, അപ്പോൾ ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അൽഫാം ഉണ്ടാക്കാം കേട്ടോ. കുമ്മർത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അത്ര കാര്യമായിട്ട്. നല്ലോണം വിശക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനൊന്നുള്ള ടൈമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി തരാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കിയിട്ട് വേഗം കൊടുക്കാം. നല്ല ചൂടായി കേട്ടോ. നമുക്കിനി കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കണേ. ഇതിൽ മാക്സിമം 3 പീസേ കൊള്ളുള്ളൂ. കൊള്ളുന്നത് ഇടാം നമുക്ക്. വേറൊരു പാനിൽ ഇവിടെയും കൂടെ വയ്ക്കാറുണ്ട്. ഒരു പഴയ പാനിൽ ഒരു തികയില്ല. വേറൊരു പഴയ പാനും കൂടെ ഉണ്ടാകും, വെക്കട്ടെ. അല്ലെങ്കിൽ പിള്ളേർക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാൻ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വെക്കട്ടെ. അല്ലെങ്കിൽ 2 അടുപ്പിലും കൂടെ വെച്ചാലേ ആവുള്ളൂ. അല്ലെങ്കിൽ ടൈം വരും. ഒരു പാനോടെ പഴയ പാനും കൂടെ വെച്ച് കൊടുത്തത് എന്താ പറയുക, അവർക്കത് കുറേ നേരം ഇരിക്കുമ്പോഴേക്കും മക്കൾക്ക് വെച്ചു. അപ്പോൾ തന്നെ അവിടെ ഇരുന്നിട്ട് ഒറ്റയും ബഹളം വയ്ക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ വെക്കുക. അതിൽ 2നും കൂടെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇതൊരു കുറച്ച് നേരം വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അടച്ച് വെക്കരുത്. അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് വെള്ളം ഇതാവും, വെള്ളം കൂടും. അപ്പോൾ ഇങ്ങനെ കൂടെ കുളമാവും. അപ്പം ഇങ്ങനെ മതി. ഇതൊന്ന് തിരിച്ചും മറച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിക്കാം. ഇതിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത പാനിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 കൂടെ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടോ. നമ്മൾ ഇതിൽ തന്നെ വെക്കരുത്. ഇതിൽ കുറച്ച് എണ്ണയാവും, മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കളയണം. എന്നിട്ട് ഒരു ടീസ്പൂണും കൂടെ ഓയിൽ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുക. ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം ഇനി അടുത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നല്ലോണം ചൂടായതിൻ്റെ ശേഷം പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും 10 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കാം. നാലാമത്തെ ബാച്ചാട്ടോ അപ്പോൾ ഇത്. ഇനി ഒരു ബാച്ചും കൂടെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അൽഫാം റെഡിയാണ് കേട്ടോ. എന്താ അൽഫാം റെഡിയാണ്. പിന്നെ പൊറോട്ട അവർ മേടിച്ചിട്ടുണ്ട്. മയോണൈസും അൽഫാമും നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ചിക്കൻ അവർ ഓൾറെഡി കൊണ്ടുതന്നതാണ്. ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് അതിൻ്റെ സ്മോക്കി ഫ്ലേവർ ഒന്നും വേണ്ട, അതിനൊന്നുള്ള ടൈമില്ല പറഞ്ഞു അല്ലേ, വിശന്നിട്ട്. അപ്പം എൻ്റെ കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുമറുത്ത് നമുക്കിനി അവർക്ക് ഫുഡ് കൊണ്ടുകൊടുക്കാം. കഴിച്ചടാ
കഴിച്ചിട്ടില്ലേ? പറയടാ എങ്ങനെയുണ്ട്? പറയടാ എന്നൊക്കെ പേടിപ്പിച്ചിട്ട്. ടേസ്റ്റ് ഉണ്ടോ ഫുഡ്? അവിടെ ഫുഡ് കഴിക്കാണ് കേട്ടോ. അവർക്ക് ചെറിയ കുട്ടികളാണ്, അപ്പൊ അവർക്ക് അവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് നേരം നിന്ന് അവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവരത് ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.